ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മളെല്ലാവരും വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ ഞാൻ ചാനലുകളുടെയൊക്കെ ആങ്കർ പേഴ്സൺസ് നടത്തുന്ന ചർച്ച ഞാൻ കേട്ടിട്ട് എനിക്ക് വളരെ വളരെ കൗതുകം തോന്നി. കാരണം കഴിഞ്ഞ 10 കൊല്ലക്കാലം CPM-ന്റെ ആ അഹന്തക്കെതിരായിട്ട് ശബ്ദമുയർത്തിയ എത്ര മാധ്യമപ്രവർത്തകർ, എത്ര ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ ആ പ്രക്ഷോഭങ്ങൾ എടുത്ത സമീപനം എന്തായിരുന്നു? ഇപ്പോ വളരെ സർക്കാരിനെ അടിച്ചു പുറത്താക്കിയ ജനങ്ങൾ അടിച്ചു പുറത്താക്കിയപ്പോൾ അതില് സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കുന്നത് വളരെ എളുപ്പമാണ്. CPM-ന്റെ അഹന്തക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഇത് കോൺഗ്രസിന്റെ നയങ്ങൾക്കുള്ള വിധിയെഴുത്താണെന്ന് ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിൽ ആ വിലയിരുത്തൽ പരിപൂർണമായും തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് കോൺഗ്രസിനുള്ള അംഗീകാരമല്ല, CPM-ന്റെ അഹന്തക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ്. അത് സ്വാഭാവികമായും പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് അനുകൂലമായി. പക്ഷേ കോൺഗ്രസ്സുകാർ അവരുടെ പതിവ് സ്വഭാവം ഇപ്പൊ തന്നെ കാണിച്ചു തുടങ്ങി. അവിടെ ആർക്കൊക്കെ ചാനലുകൾ ഇപ്പോൾ കൊടുക്കുന്ന വാർത്ത, ആരെയൊക്കെ മുഖ്യമന്ത്രിമാരാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ പരിശ്രമിക്കുന്നു, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉപജാപക വൃന്ദങ്ങൾ ആരൊക്കെയാണ്, അതിൽ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണോ കേരളത്തിലെ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ അടിച്ചു പുറത്താക്കിയത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.